ചെങ്കടൽ തീരമതിൽ തൻദാസൻ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വചനങ്ങൾ വിജയപ്രതീക്ഷയില്ലാതെ യുദ്ധം ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അവർ ദൈവത്തിന് വിരോധമായി കൈനീട്ടി സർവശക്തനോട് ധിക്കാരം കാട്ടിയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് വരുന്ന വചനമാണ്. യുദ്ധം ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ജയിക്കാനായി കഴിയണം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് യുദ്ധത്തിന് പുറപ്പെടാറുള്ളത്. എന്നാൽ പ്രതീക്ഷകൾ അസ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ് ഈ വചനം ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ലാസർ ദീനമായി കിടക്കുന്നു എന്ന വാർത്ത യേശുവിനെ അറിയിച്ചു. യേശു അവിടേക്ക് പോകാതിരിക്കുകയും പിന്നീട് ലാസർ മരിച്ചിരിക്കുന്നു എന്ന കാര്യം ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. അനന്തരമായി ബഥാനിയിലേക്ക് നമുക്ക് പോകാമെന്ന് യേശു പറയുമ്പോൾ ദിദിമോസ് എന്ന് പേരുള്ള തോമസ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു പദം 16-ാം വാക്യത്തിലുണ്ട്. അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. ബഥാനിയിലേക്ക് കടന്നുപോയാൽ മടങ്ങി വരുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ പ്രതീക്ഷ അസ്ഥിരപ്പെട്ട് നിൽക്കുന്ന ഒരു തോമസിനെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാലും അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലൊക്കെ കടന്നു വരുമ്പോൾ എതിരാളികളോട് യുദ്ധം ചെയ്യേണ്ടതിനു വേണ്ടി പുറപ്പെടുന്ന ഒരു ഗിദെയോനെ കാണുകയാണ്. ജയിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് അറിയാതെ നിൽക്കുന്ന ഗിദെയോൻ ശത്രുപാളയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇസ്രായേലിനോട് യുദ്ധത്തിനു വേണ്ടി നിൽക്കുന്നതായ മിദ്യാന്യരും അമാലേക്യരുമൊക്കെ അവർ കണ്ടതായൊരു സ്വപ്നത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയാണ്. അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലം അവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. അത് ഗിദെയോന് കരുത്തു പകരുന്നതിനും വിജയപ്രതീക്ഷയിലേക്ക് തന്നെ നയിക്കുന്നതിനും കാരണമായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിജയപ്രതീക്ഷ നഷ്ടപ്പെട്ട് പോകുന്നതായ സെന്റ് തോമസിനെ പോലെയല്ല പ്രതീക്ഷകൾ കൈവിട്ട് കളയാതെ മുൻപോട്ട് കടന്നു പോകുന്നതായ ഗിദെയോനെ പോലെയും തൻ്റെ കാതിനകത്ത് കേൾക്കുന്ന വിജയത്തിന് അർഹമായിരിക്കുന്ന വാർത്തകളും കേൾക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നാം എത്തിപ്പെടേണ്ടതിന്
ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. ആ തലത്തിൽ ദൈവത്തിങ്കിൽ നിന്നുള്ള വിജയം പ്രാപിക്കേണ്ടതിന് ദുഷ്ടത വിട്ട് നന്മ പ്രവർത്തിപ്പാൻ നമുക്ക് ഏൽപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ തിന്മ ചെയ്ത്, ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ച് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരായി ജീവിക്കുകയല്ല, ഞങ്ങൾ നന്മ ചെയ്ത് ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വിജയപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.